അവിചാരിതമായിട്ടാണ് അന്ന് കുറ്റിച്ചെടിയുടെ അടുക്കലേക്ക് പ്രാവ് ഇങ്ങനെ പറന്ന് വരുന്നത്. അങ്ങനെ കുറ്റിച്ചെടി തൻ്റെ സങ്കടങ്ങളെല്ലാം പ്രാവിനോട് പറയുകയാണ്. എന്നെ ആർക്കും ഇഷ്ടമില്ല, ഞാനൊരു വെറും കുറ്റിച്ചെടിയായതുകൊണ്ട്, വിരൂപനായതുകൊണ്ട് എൻ്റെ അടുക്കലേക്ക് ആരും വരികയില്ല. അങ്ങനെ പ്രാവും കുറ്റിച്ചെടിയുമായി വളരെ സൗഹൃദത്തിലാവുകയാണ്. അങ്ങനെ പ്രാവ് എല്ലാ ദിവസവും കുറ്റിച്ചെടിയുടെ അടുക്കലേക്ക് വന്ന് സംസാരിക്കുന്നു, തങ്ങൾ പരസ്പരം സൗഹൃദം പങ്കുവയ്ക്കുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കുറ്റിച്ചെടി തൻ്റെ ആഗ്രഹം തൻ്റെ ആത്മസുഹൃത്തിനോട് പറയുകയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ചുവന്ന റോസാ ചെടി കണ്ടിട്ടില്ല, അപ്പോൾ അത് എനിക്ക് കാണണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. അപ്പോൾ തൻ്റെ സുഹൃത്തിന്റെ ആവശ്യം നിറവേറ്റാനായി പ്രാവ് പകലന്തിയോളം ഇങ്ങനെ തേടി നടക്കുകയാണ് ചുവന്ന റോസാ ചെടിക്ക് വേണ്ടി. എന്നാൽ എങ്ങും ചുവന്ന റോസാ ചെടി കണ്ടെത്തുന്നില്ല. എന്നാൽ ഒത്തിരി വെള്ള റോസാ ചെടികൾ പ്രാവിന്റെ മുമ്പിലേക്ക് എത്തുന്നുണ്ട്. തളർന്ന് വലഞ്ഞുകൊണ്ട് പ്രാവ് അവസാനമായിട്ട് ഒരു തീരുമാനമെടുക്കുന്നു. തന്റെ സ്നേഹിതന് വേണ്ടി എങ്ങനെയെങ്കിലും ഒരു ചുവന്ന റോസാ ചെടി കണ്ടെത്തണം. അങ്ങനെ തൻ്റെ ശരീരത്തിലെ ഒരു ഭാഗം കീറിക്കൊണ്ട് ഈ വെള്ള റോസാ ചെടി എടുത്ത് അതിലേക്ക് ആ രക്തത്തിലേക്ക് കുതിർത്തുകൊണ്ട് അതിനെ ഒരു ചുവന്ന റോസാ ചെടിയായി തൻ്റെ സുഹൃത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടു ചെല്ലുന്നു. ക്രിസ്തുവിന്റെ ഹൃദയവിശാലതയും ഇതുതന്നെയല്ലേ? ഇന്ന് ക്രിസ്തുവിന്റെ തിരുഹൃദയത്തിന്റെ തിരുനാൾ ആഗോള സഭ കൊണ്ടാടുകയാണ്. വചനം പറഞ്ഞു വയ്ക്കുന്നതും ഇതുതന്നെയല്ലേ? 100 ആട് ഉണ്ടായിരിക്കുകയെ ഒന്ന് നഷ്ടപ്പെട്ടപ്പോൾ ആ ഒന്നിനെയും തേടി പോകുന്ന നല്ല കാരുണ്യത്തിന്റെ ഇടയൻ. അവൻ അവസാനത്തെ ഒന്ന് കിട്ടുന്നത് വരെയും അതിനെ തേടി നടക്കുന്നു. കിട്ടുമ്പോൾ അതിനെ തോളിലേറ്റി വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. എന്തിനേയും ഏതിനേയും അക്സെപ്റ്റ് ചെയ്യാനുള്ള സമുദ്രം പോലെ വിശാലമായ ഒരു ഹൃദയമാണ് ക്രിസ്തുവിൻ്റെത്. ഈ 21-ാം നൂറ്റാണ്ടിൽ നമുക്കും ആവശ്യമായത് ഈ ഹൃദയവിശാലത തന്നെയാണ്. ഈ ഹൃദയവിശാലത ആത്മാവിന്റെ ഒരു ഗുണമാണ്. ഇത് ലഭിക്കുവാനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.